ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഏതാണ്ട് 6 പതിറ്റാണ്ട് കാലമായി MK സാനു മാസ്റ്റർ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ്. എൻ്റെ ബാല്യകൗമാരങ്ങളുടെ ഇടപരമ്പുകൾ തൊട്ടേ അദ്ദേഹം എനിക്ക് പ്രിയപ്പെട്ട വ്യക്തിയാണ്. ഓർമ്മകൾ ചാമരം വീശുമ്പോൾ. യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര. ആദ്യ നാളുകളിൽ ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത് ഒരു മാഷായിട്ടാണ്. ഇപ്പോഴും അവിധം തന്നെ ആ അറിവ് തുടരുന്നു. എൻ്റെ പിതാവും ഒരു മാഷായിരുന്നു. അവരൊരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. അപ്പൻ്റെ കൂടെ കണ്ടാണ് ആദ്യം പരിചയം. എൻ്റെ പിതാവിൻ്റെ ആ നാളുകളിൽ എഴുത്ത് ശ്രമങ്ങളിൽ ഭാഷാശോധന നടത്തിയിരുന്നത് സാനു മാഷാണ്. 200 പേജിൻ്റെ നോട്ട് ബുക്കുകളിലാണ് അപ്പൻ എഴുതാറ്. അതിൻ്റെ ഇടത്തെ മാർജിനിലാണ് മാഷിൻ്റെ തിരുത്തൽ ക്രിയ. മാഷ് ഉപയോഗിച്ചിരുന്ന പേനയുടെ നിബിന് സാമാന്യം വീതി ഉണ്ടായിരുന്നിരിക്കണം. വെടിപ്പും വടിവുമുള്ള തടിച്ച അക്ഷരങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. മഷി നിറയ്ക്കുന്ന പേനകളാണ് അന്നൊക്കെ. സാനു മാഷിൻ്റെ കൈപ്പടയ്ക്ക് ഇന്നും അതേ വെടിപ്പും വടിവുമാണ്. കൃത്യതയുടെ മുനമൂർച്ച മൂലമാകാം അക്ഷരങ്ങൾ നേർത്തു എന്ന് മാത്രമാണ് വ്യത്യാസം. ക്ലാസ്സുകളിൽ മാഷ് പഠിപ്പിക്കുന്നതും പ്രഭാഷണ വേദികളിൽ നിറഞ്ഞാടുന്നതും ഏതാണ്ട് സമാനമായ ഒരു പ്രകൃത വിശേഷത്തോടു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തു വഴിയിലും സൗമ്യമധുരമായ ആ സാന്നിധ്യത്തിൻ്റെ ഈ പ്രത്യേകത അനുഭവിച്ചറിയാൻ കഴിയും. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഇന്നും അത്ഭുതപ്പെടുത്തും വിധം കർമ്മധീരനാണ്, കർമ്മനിരതനാണ് സാനു മാസ്റ്റർ. കഴിഞ്ഞ 3/4 ശതാബ്ദകാലമായി നിറവിളങ്ങി നിൽക്കുന്ന മലയാളിയുടെ സാംസ്കാരിക സ്രോതസ്സിലെ അനുഗ്രഹ സാന്നിധ്യവും പ്രഭവ സ്രോതസ്സുമാണ് MK സാനു മാസ്റ്റർ. സാനു മാസ്റ്ററുടെ സ്വഭാവ പ്രകൃതത്തിൽ വിചിത്രമെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. ഏറ്റവും പ്രധാനം ആ നിഘണ്ടുവിൽ വയ്യ, ഇല്ല എന്നീ 2 വാക്കുകളില്ല എന്നുള്ളതാണ്. ബാല്യനാളുകൾ തൊട്ടേ അതായിരുന്നു അത്രേ പ്രകൃതം. ഒരു പട്ടിയോ മറ്റോ ആയി ജനിക്കേണ്ടിയിരുന്നവനാണ്. ആര് വിളിച്ചാലും വാലാട്ടിക്കൊണ്ട് കൂടെ പോകും എന്നൊരു കമൻറ്റ് മാഷ് തന്നെ ചുണ്ടിലൂറുന്നൊരു ചിരിയോടെ ഞങ്ങളോട് പങ്കിട്ടിട്ടുള്ളതാണ്. പക്ഷെ മുതിർന്നു വന്നപ്പോഴും ഈ പ്രകൃതത്തിന് യാതൊരു മാറ്റവുമില്ല. ആര് ഏത് ചടങ്ങിന് വിളിച്ചാലും എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിലും മാഷ് കൂടെ പോകും. ഒരേ സമയത്തേക്കാണ് 2 പേർ വിളിക്കുന്നതെങ്കിൽ അരമണിക്കൂറിൻ്റെ വ്യത്യാസം രണ്ടും തമ്മിലുണ്ടെങ്കിൽ ഞാൻ 2ഇടത്തും വരാം എന്നല്ലാതെ വയ്യ, ഞാൻ അത് ദിവസം ഫ്രീ അല്ല എന്ന് മാഷ് പറയാറില്ല. കൊറോണയുടെ താണ്ഡവം ഇവിടെ ഭീതി വിതറിക്കൊണ്ട് നടമാടുമ്പോൾ 95-ാം വയസ്സിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന സാനു മാസ്റ്റർ യാതൊരു കൂസലുമില്ലാതെ നിറഞ്ഞ ഹൃദയത്തോടെ ക്ഷണിക്കപ്പെടുന്ന വേദികളിൽ സാന്നിധ്യം അറിയിക്കാറുണ്ട്. ഒരു ദിവസം 3-4 പരിപാടികളിൽ പങ്കെടുക്കുന്ന സാനു മാസ്റ്റർ കൊച്ചിയുടെ നിത്യവിസ്മയമാണ്. ഈ പ്രായത്തിലും എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, തലമുറകളുടെ ഗുരുനാഥനാണ്, സാമൂഹ്യ വിചാരകനാണ്. ഇതിനെല്ലാറ്റിലും ഉപരി അദ്ദേഹം കറയറ്റ താരതമ്യങ്ങളില്ലാത്ത വിധം മനുഷ്യസ്നേഹത്തിൽ ആമഗ്നനായ ഒരു വ്യക്തി സാന്നിധ്യം കൂടിയാണ്. മാഷ് മുതിർന്ന ശേഷവും മാഷുടെ ഈ വയ്യ ഇല്ല എന്ന് പറയാനുള്ള വൈമനസ്യം വിട്ടൊഴിഞ്ഞിട്ടില്ല. യാതൊരു ഭയപ്പാടുമില്ലാതെ സമൂഹത്തിനിടയിൽ ഇങ്ങനെ നിറഞ്ഞ് വ്യാപരിക്കുന്നതിനിടയിൽ വീട്ടിൽ വന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാഷിൻ്റെ പ്രിയപ്പെട്ട പത്നിക്കും കോവിഡ് പകർന്നു. ഒരാഴ്ച ആസ്പത്രിവാസം വേണം. അതിനുവേണ്ടി ആംബുലൻസ് വരാൻ കാത്തു നിൽക്കുമ്പോഴാണ് എപ്പോഴോ ഫോണിൽ വിളിച്ച ആ ദിവസം ഒരു അധ്യാപക സംഘടനയുടെ വാർഷിക സമ്മേളനത്തിൻ്റെ ലോഗോ പ്രകാശിപ്പിക്കാൻ താൻ തയ്യാറാണ് എന്ന് ഇദ്ദേഹം ക്ഷണിക്കാൻ വന്നവരോട് വാക്ക് പറഞ്ഞിരുന്നു. അവർ വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് മാസ്റ്റർ മകനെ വിളിച്ചു. ഞങ്ങളിങ്ങനെ ലോഗോ പ്രകാശനത്തിന് വന്നതാണ്,
അപ്പോൾ മകൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ സമയത്ത് അകത്തോട്ട് വരാൻ പാടില്ല, ഞങ്ങളെല്ലാവരും ഈ വീട്ടിലുള്ള എല്ലാവരും തന്നെ ക്വാറന്റൈനിലാണ്. അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ആംബുലൻസ് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇല്ല, ഞങ്ങൾ അകത്തേക്ക് വരുന്നില്ല, മാഷൊന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ വരാന്തയിൽ നിന്ന് ഞങ്ങൾ ഈ ലോഗോ പ്രകാശനവും അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കലും കഴിഞ്ഞ് അപ്പം തന്നെ പോയിക്കോളാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് മകൻ വിലക്കിയത് ഗവനിക്കാതെ മാഷെ നേരിട്ട് വിളിച്ച് അതിനെന്താ വന്നോളൂ എന്ന് രോഗബാധിതനായിരിക്കുമ്പോഴും മാഷ് വരാന്തയിലേക്ക് ഇറങ്ങി വരികയും ഈ രണ്ട് കോളേജ് അധ്യാപകരുടെ സംഘടനാ പ്രതിനിധികളാണെന്ന് കൂടി ഓർക്കുക. പുറത്തിറങ്ങി വന്ന് ലോഗോ പ്രകാശനം, ഈ പ്രകാശനം നടത്തുമ്പോൾ മാഷ് മാസ്ക് ധരിച്ചിട്ടില്ല, ഈ പറയുന്ന അധ്യാപക ശ്രേഷ്ഠരും മാസ്ക് ധരിച്ചിട്ടില്ല. പിറ്റേന്നത്തെ പത്രത്തിൽ അവർ ഈ ലോഗോ പ്രകാശനത്തിൽ മാഷോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ അഭിമാനപൂർവ്വം അവർ പ്രസിദ്ധപ്പെടുത്തിയത് ഞാൻ ഓർക്കുന്നു. അപകട മുനമ്പിൽ നിൽക്കുമ്പോൾ പോലും മാഷ വിട്ടൊഴിഞ്ഞ് മാറാതെ മാഷിൻ്റെ അടുത്തേക്ക് കടന്നു വരികയും മാഷിൻ്റെ സാന്നിധ്യം ലേഖനപ്പെടുത്തുകയും ചെയ്യുന്നതിൽ കാണിക്കുന്ന വ്യഗ്രത ഒരു വശത്ത് നമ്മുടെ മനസ്സിൽ ഒരല്പം ബഹുമാനം ഉണ്ടാക്കുന്നുവെങ്കിലും അതിന് ആപൽക്കരമായ ഒരു പരിധി കൂടി ആ കൂട്ടത്തിൽ കാണാതെ വയ്യ എന്ന് നമ്മളെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായിരുന്നാലും കോവിഡ് ടെസ്റ്റുകൾ രോഗവിമുക്തനാണെന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം വീട്ടിൽ വന്ന് ഒരാഴ്ചത്തെ ഹോം ക്വാറന്റൈൻ കൂടി കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ചപ്പോൾ മാഷ് പറഞ്ഞു, എത്ര ദിവസമായി വീട്ടിൻ്റെ അകത്ത് അടച്ചുപൂട്ടിയിരിക്കുന്നു, ഹോസ്പിറ്റലിലും വീട്ടിലുമായി, പുറത്തിറങ്ങാഞ്ഞിട്ട് എനിക്ക് വല്ലാത്ത വീർപ്പുമുട്ടലാണ്. ഇപ്പം നാളെ മുതൽ അപ്പം ഞങ്ങൾ ശിഷ്യഗണങ്ങൾ വളരെ വിനയപൂർവ്വം ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അധികാരവും അവകാശവും ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു, മാഷിനെ ഞങ്ങൾക്ക് വേണം, ദയവായി ഒരു മാസത്തേക്കെങ്കിലും മാഷ് വിശ്രമിക്കണം, ഒരു ചെറിയ ചിരിയോടുകൂടി നോക്കാം നമുക്ക് എന്ന ഒരു മറുപടി അല്ലാതെ ഒരു കമ്മിറ്റ്മെൻറ്റിന് തയ്യാറാകാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറി. ഇത് പറയുമ്പോഴും ഒരു നിമിഷം നമ്മുടെ മനസ്സ് ആകുലപ്പെടുന്നത്, പുറത്തിറങ്ങാതെ ആളുകളെ അഭിസംബോധന ചെയ്യാതെ ആളുകൾക്കിടയിൽ ഒന്ന് മരുവാതെ ഒഴിഞ്ഞു മാറി ഏകാന്തതയിലേക്ക് പിൻവാങ്ങേണ്ടി വന്നാൽ അതൊരു പക്ഷേ മാഷിനെ പ്രായത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാം, അതിൻ്റെ പരീക്ഷീണാവസ്ഥകളിലേക്ക് കൈപിടിച്ച് ആനയിക്കാം. മാഷിന് ആളുകളുമായി ഇടപഴകാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാനാവില്ലാത്ത വിധം മാഷ് ഈ സമൂഹവുമായി അഭേദ്യമാം വിധം ഹൃദയൈക്യം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 95 വയസ്സിലും ഇത്രയേറെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ഔത്സുക്യം കാണിക്കുകയും ഒരിടത്ത് പോലും കടത്തു കഴിക്കുന്നത് പോലെ പങ്കെടുക്കുകയല്ല, എല്ലായിടത്തും പരിപൂർണമായ ആത്മാർത്ഥതയോടുകൂടി സമർപ്പണത്തോടുകൂടി തന്നെയാണ് മാഷ് ഇടപഴകുന്നത്. എപ്പോഴെങ്കിലും ഒരു സംശയം തോന്നി മാഷ ഫോണിൽ വിളിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയല്ല പതിവ്. ആ സംശയത്തിൻ്റെ നിവാരണത്തിന് ആവശ്യമായത് എന്തോ അത് കൃത്യതയോടുകൂടി പറഞ്ഞു തരികയും അക്കൂട്ടത്തിൽ നമ്മുടെ ക്ഷേമാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യാതെ മാഷ് ഫോൺ വയ്ക്കാറില്ല. ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് അറിവും തെളിവും പങ്കിട്ട് കൊടുക്കുന്നതിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വിശുദ്ധമായൊരു ജന്മമെന്ന് തന്നെ ഈ അനുഗ്രഹീതനായ ഗുരുനാഥനെ നോക്കി പറയേണ്ടിയിരിക്കുന്നു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായത്തിലും കർമ്മനിരതനായി സജീവ സാന്നിധ്യമായി അദ്ദേഹം സാംസ്കാരിക കേരളത്തിൻ്റെ പ്രഭവ സ്രോതസ്സായി തുടരുകയാണ്. കാലം കനിഞ്ഞരുളുന്ന അനുഗ്രഹ സാക്ഷ്യമായി മലയാളി മനസ്സ് ജ്ഞാനയോഗിയെ നെഞ്ചോട് ചേർക്കുകയാണ്. ഇന്നലെയുടെ നെഞ്ചകത്തിൽ നിന്നും ഊർജമാഹരിച്ച് ഇന്നിൻ്റെ വൃത്തത്തിൽ കൃത്യതയോടെ ശ്രദ്ധയൂന്നി നാളെയുടെ ചക്രവാളത്തെ വരുതിയിൽ സങ്കല്പിക്കുന്നവനാണ് ആധുനികനെന്ന് എസ്ര പൗണ്ട് പറഞ്ഞു. അത് സി ജെ തോമസ്, സാനു മാസ്റ്ററുടെ ആത്മസുഹൃത്തായ സി ജെ തോമസ് സ്വന്തം ജീവിതം കൊണ്ട് അടിവരയിടുകയും ചെയ്തു. ആ നിർവചനത്തെ ഒരളവ് മാത്രയാക്കി നമ്മൾ സാനു മാസ്റ്റർ ജീവിതത്തെ നോക്കിക്കണ്ടാൽ ആധുനികരിൽ ആധുനികനാണ് സാനു മാസ്റ്റർ എന്ന് നാം സാക്ഷ്യപ്പെടുത്തേണ്ടി വരുന്നു. നാളേക്ക് അവകാശപ്പെട്ട നിർമ്മമതയോടെയാണ് അദ്ദേഹം ഇന്നലകളെ വിചാരണ ചെയ്യുന്നത്. സൗമ്യത വിടാത്ത കൃത്യതയോടെ തീക്ഷ്ണതയോടെയാണ് ഇന്നിൻ്റെ അലകുകളെ വികിരണം ചെയ്യുന്നത്. മൊഴി കൊണ്ടും ലിഖിതം കൊണ്ടും ജീവിതം കൊണ്ടും മാസ്റ്ററുടെ മനോപ്രപഞ്ചം അത് വിളംബരം ചെയ്യുന്നുണ്ട്. ജീവിതസന്ധികളിൽ കാലിടറുകയും മനസ്സ് കലമ്പുകയും ചെയ്യുമ്പോൾ ചങ്ങാതിമാർക്കും ശിഷ്യ തലമുറകൾക്കും ആശ്രയം തേടി ഉറ്റുനോക്കാവുന്ന സാന്ത്വനത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പ്രത്യാശ മുനമ്പാണ് എം കെ സാനു മാസ്റ്റർ. ദുരന്തബോധം നിത്യമായി മനസ്സിൽ വേവിൻ്റെ ചുഴികൾ തീർക്കുമ്പോഴും ഒരിക്കൽ പോലും സ്വയം നിരാശതാവാദിയാകുവാൻ നിൽക്കാതെ പ്രത്യാശയേക്കാൾ വലിയ പ്രത്യാശയില്ലെന്ന് ഓതിത്തരുന്നു ഈ ശ്രേഷ്ഠ ഗുരു. ലോകത്തിൽ അത്ഭുതങ്ങൾ നിരവധിയുണ്ടെങ്കിലും ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യനാണെന്ന് പറഞ്ഞ സോഫോക്ലീസിനെ സാനു മാസ്റ്റർ
എപ്പോഴും ഉദ്ധരിക്കാറുണ്ട്. മനുഷ്യൻ എത്ര അത്ഭുതകരമായ ശില്പം എന്ന് ഷേക്സ്പിയർ പറഞ്ഞതിനെ മാഷ് ഏറ്റു പറയാറുണ്ട്. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളോളമായി മാഷുമായിട്ടുള്ള എൻ്റെ പരിചയത്തിനും ഹൃദയൈക്യത്തിനും അതിലേതാണ്ട് 5.5 പതിറ്റാണ്ട് കാലം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ വിദ്യാർത്ഥിയെ കടന്നു ചെല്ലാൻ എനിക്ക് അവസരമുണ്ടായത്. ബാല്യകൗമാരങ്ങൾക്കിടയിലെ ഇടവരമ്പുകൾ തൊട്ടേ ആ സാന്നിധ്യത്തിൻ്റെ സ്നേഹപ്രസരണം, വാത്സല്യം അനുഭവിച്ചറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ. അവിടം തൊട്ട് ഇന്നോളം മാഷ അനുധാവനം ചെയ്യുമ്പോൾ, മാഷ കർമ്മമേഖലകളിലൂടെ മാഷ പിന്തുടരാൻ ശ്രമിക്കുമ്പോൾ, വായിച്ചെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാകുന്നത് 100% മനുഷ്യസ്നേഹിയായ, മറ്റുള്ളവൻ്റെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായി കരുതുന്ന, മറ്റുള്ളവൻ്റെ മനസ്സിൽ അറിവിൻ്റെ തെളിവ് പകർന്നു കൊടുക്കുന്നതിൽ ഒരു സാക്ഷാത്കാരം അനുഭവിക്കുന്ന ഇത്രയും ഹൃദയാലുവായ മറ്റാരുണ്ടായിരുന്നു ഇത്ര ദീർഘകാലം ഈ സമൂഹത്തിന് അനുഗ്രഹവും അഭിമാനവും അലങ്കാരവുമായി എന്ന് വിസ്മയപ്പെടാതെ വയ്യ. സാനു മാസ്റ്റർ ഒരു വ്യക്തിയായിരിക്കെ തന്നെയും വ്യക്തിക്കും അതീതമായി ഒരു കാലഘട്ടത്തിന് നമ്മുടെ സമൂഹത്തിൽ കൊളുത്തി വയ്ക്കാൻ കഴിഞ്ഞ ഏറ്റവും നല്ല, ഏറ്റവും ദിവ്യമായ ഒരു പ്രകാശ ജ്യോതിയായി കൂടി വർത്തിക്കുന്നു എന്ന് ഏറ്റു പറയാതെ വയ്യ. അദ്ദേഹത്തിൻ്റെ മാതാവ് മരിക്കുമ്പോൾ, അവരുടെ ചിത അഗ്നിനാളങ്ങൾക്ക് വഴങ്ങുമ്പോൾ, കർമ്മങ്ങൾ നടന്ന് കഴിഞ്ഞ് മനസ്സാകെ ശൂന്യമാകാവുന്ന ഒരവസ്ഥയോടടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നാം പെട്ടത് ഒരു കവിവാക്യമാണ്. മൃത്യു ജയിക്കുന്നു നീ. അടുത്ത ക്ഷണം അദ്ദേഹം ആ കവിവാക്യത്തിന് അനുബന്ധമായി ഒരു വരി കൂടി മനസ്സിൽ കൂട്ടിച്ചേർത്തു. ഇല്ല, മൃത്യു ജയിക്കുന്നില്ല, ജയിക്കുന്നത് സ്നേഹമാണ്. ഓർമ്മകൾ ചാമരം വീശുമ്പോൾ. യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.